യുദ്ധ സാഹചര്യത്തെ തുടർന്ന് വിമാന ഇന്ധന വില കുതിച്ചുയരുന്നതിനാൽ വിമാന കമ്പനികൾ കൂട്ടത്തോടെ ടിക്കറ്റ് നിരക്ക് ഉയർത്തുന്നു. എയർ ഇന്ത്യയ്ക്കും ഇൻഡിഗോയ്ക്കും പിന്നാലെ ബജറ്റ് വിമാന കമ്പനിയായ ആകാശ എയറും ഇന്ധന സർചാർജ് ഏർപ്പെടുത്തി. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യത്തെ തുടർന്ന് വിമാന ഇന്ധന വില കുതിച്ചുയരുകയാണ്. അതിനാൽ തന്നെ വിമാന കമ്പനികളും കൂട്ടത്തോടെ ടിക്കറ്റ് നിരക്ക് ഉയർത്തി കഴിഞ്ഞു. ഇപ്പോഴിതാ എയർ ഇന്ത്യയ്ക്കും ഇൻഡിഗോയ്ക്കും പിന്നാലെ ബജറ്റ് വിമാന കമ്പനിയായ ആകാശ എയറും ഇന്ധന സർചാർജ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതോടെ ഇന്ധന സർചാർജ് ഏർപ്പെടുത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വിമാന കമ്പനിയായി ആകാശ എയർ മാറി. വിമാനയാത്രക്കാർക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഈ തീരുമാനം. ഇത് ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ആഗോള വിപണിയിൽ വിമാന ഇന്ധനത്തിന് വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് യാത്രക്കാർക്ക് അധിക ബാധ്യത വരുത്തിവെക്കുന്ന ഈയൊരു തീരുമാനം കമ്പനി കൈക്കൊണ്ടത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില വർദ്ധിച്ചതാണ് ഈ വിമാന കമ്പനികളെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത്. പുതിയ തീരുമാനമനുസരിച്ച് ഇന്നു മുതൽ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് 199 രൂപ മുതൽ 1300 രൂപ വരെ അധിക സർചാർജ് നൽകേണ്ടി വരും. വിമാനയാത്രയുടെ ദൈർഘ്യവും സഞ്ചരിക്കുന്ന ദൂരവും കണക്കിലെടുത്തായിരിക്കും ഈ തുക നിശ്ചയിക്കുന്നത്. ഇന്ന് പുലർച്ചെ 12:01 മുതൽ തന്നെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾക്ക് ഈ വർധന ബാധകമല്ലെന്ന് കമ്പനി വക്താവ് വ്യക്തമാക്കിയിരുന്നു. ആഭ്യന്തര സർവീസുകളും അന്താരാഷ്ട്ര സർവീസുകൾക്കും ഈ നിരക്ക് വർധന ബാധകമാണ്. നിലവിൽ കുവൈറ്റ്, ദോഹ, ജിദ്ദ, റിയാദ്, അബുദാബി തുടങ്ങിയ പശ്ചിമേഷ്യൻ നഗരങ്ങളിലേക്ക് ആകാശ എയർ സർവീസ് നടത്തുന്നുണ്ട്. വിമാന കമ്പനികളുടെ മൊത്തം പ്രവർത്തന ചെലവിന്റെ വലിയൊരു ഭാഗവും ഇന്ധനത്തിനായി ചെലവാകുന്നതിനാൽ നിലവിലെ അമിതഭാരം കുറയ്ക്കാൻ ഇത്തരം നീക്കങ്ങൾ അനിവാര്യമാണെന്നാണ് അധികൃതരും വ്യക്തമാക്കുന്നത്. ആകെ പ്രവർത്തന ചെലവിന്റെ ഏകദേശം 40% ഇന്ധനത്തിനായാണ് ചെലവാകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.